അങ്ങനെ ഞങ്ങൾ വാഗമൺ റിസോർട്ടിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ നേരെ വന്നത് ഫാക്ടറി ഔട്ട്ലെറ്റിലാണ് AVTയുടെ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വീട്ടിലേക്ക് കുറച്ച് തേയിലയൊക്കെ മേടിച്ചിട്ടോ, സ്പൈസസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ തേയില കേട്ടോ വാങ്ങിയേ. അവിടുത്തെ ആംബിയൻസ് എന്ന് പറയുന്നത് അടിപൊളി കേട്ടോ, നല്ലൊരു ആംബിയൻസും ഭയങ്കര രസമായിരുന്നു കേട്ടോ കാണാൻ. മോള് ഉറങ്ങും ഉണരും, ചെറിയൊരു തരം അലമ്പായിരുന്നു, വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളിതേ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ അവിടുന്ന് തന്നെ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അവിടെ ടീ ഇടുന്ന തരുന്നുണ്ട്, അവർ ആ തേയില തന്നിട്ടുള്ള ചായ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ വാങ്ങി. അടുത്ത ബാക്ക് റിവ്യൂ അടിപൊളിയായിട്ടു. അങ്ങനെ അവിടെ നിന്ന് സംസാരിച്ച് ചായയൊക്കെ കുടിച്ച് ഞങ്ങളിങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിങ്ങനെ നിൽക്കുക. എൻ്റെ സൗണ്ട് ഗൈസ് കുറച്ച് ഇതായിട്ടിരിക്കുകയാണ് കേട്ടോ, എനിക്ക് നല്ല ജലദോഷവും പനിയൊക്കെ ഉണ്ട് കേട്ടോ. സോ സൗണ്ടൊക്കെ ബാഡായിട്ടിരിക്കുകയാണേ, അതുകൊണ്ട് പോരായ്മകൾ ഉണ്ടാവുമായിരിക്കും പറയുന്നതിൽ. എന്നാലും അതൊക്കെ ഒന്ന് ഇതാക്കാം, സോറി. അങ്ങനെ ഞങ്ങളിതേ ഇവിടെ ഇങ്ങനെ ആസ്വദിച്ചിട്ട് അവിടെ നിന്ന് നേരെ വിട്ടു. അങ്ങനെ ഞങ്ങളിതേ ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിലേക്ക് പോകട്ടോ. എവിടെയെങ്കിലും നല്ല മീൽസ് കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനെ കയറി കഴിക്കാം എന്നുള്ള മൈൻഡിൽ കേട്ടോ. മോള് ഉറങ്ങിട്ടോ പാലെ കുടിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ ഒരു VR റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട് വാഗമൺ തന്നെയല്ല, നല്ല നൈസായിരുന്നു കേട്ടോ, നല്ല അടിപൊളി റെസ്റ്റോറൻ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് 2 മീൽസ് ഓർഡർ ചെയ്തായിരുന്നു. മീൽസും പിന്നെ ചെമ്മീൻ ഫ്രൈയും പിന്നെ കാളാഞ്ചി ഫ്രൈയും കൂടെ ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തത്. പക്ഷേ ഉണ്ടല്ലോ ഗൈസ്, എല്ലാ മീൽസൊക്കെ എന്ന് പറഞ്ഞാൽ രക്ഷയില്ല, അടിപൊളി നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കാളാഞ്ചി ഫ്രൈ വന്നപ്പോൾ നല്ല വലുതായിരുന്നു കേട്ടോ. ഇതെങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് കഴിച്ച് തീർക്കും എന്നുള്ളൊരു ഇതായിരുന്നു കേട്ടോ. മോള് കുറച്ച് നേരം അവിടെ കടത്തിയിട്ട് അവൾ ഓക്കെയാണ്, അവൾ എത്ര നേരം കിടക്കുമെന്ന് അറിയില്ലായിരുന്നേ. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ കഴിക്കാൻ തുടങ്ങിയപ്പോഴോട്ടോ അവൾ ഇളകാൻ തുടങ്ങിയത്. അതുകൊണ്ട് എനിക്ക് ഈ കാളാഞ്ചി ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം അവൾക്ക് വിശന്നിട്ട് കരയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പുള്ളിക്കാരിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു. സോ ഞങ്ങൾ പെട്ടെന്ന് ഫിനിഷ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിയാണ് കേട്ടോ. ആൾ കരഞ്ഞ് കണ്ണൊക്കെ താഴ്ന്നു നിൽക്കുന്നൊക്കെ ഗൈസ്, പാവം. അങ്ങനെ ഞാൻ എങ്ങനെയോ ഫാസ്റ്റ് ഫുഡ് എങ്ങനെയോ കഴിച്ചിറങ്ങി ഗൈസ് ഞങ്ങളായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് മൊട്ടക്കുന്നിലിട്ട് പോയിട്ടോ. അവിടെ കുറച്ച് നേരം നമുക്ക് നിൽക്കാമെന്നൊക്കെ, അവിടെ റിപ്ലൈനൊക്കെ ഉണ്ടല്ലോ, ജസ്റ്റ് നോക്കിയിട്ടൊക്കെ വരാമെന്ന രീതിയിൽ ഞങ്ങൾ മൊട്ടക്കുന്ന് അവിടെ പെട്ടെന്ന് തിരിച്ചിറങ്ങിയിട്ടാ. കുറേ നേരം അവിടെ നിന്നില്ല, കാരണം നല്ല തിരക്കും ഉണ്ടായിരുന്നു ഗൈസ്. ഒരു ബാത്റൂമിലൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥ, ഫുള്ള് ക്യൂ ആയിരുന്നു കേട്ടോ. കാരണം നമ്മൾക്ക് ഇങ്ങനെ കൊണ്ട് നടക്കണം, ഭയങ്കര ഇഷ്ടമാണ്. അത് എത്ര നേരം വേണമെങ്കിലും എവിടെയാണെങ്കിലും ഇരുന്നോളും, ഒരു കുഴപ്പമില്ല. അവൾക്ക് ഇങ്ങനെ നടന്നാൽ മതി, ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇതിൽ തന്നെ കിടന്ന് ഉറങ്ങിക്കോളും കേട്ടോ. അതുകൊണ്ട് വേറെ വാശിയില്ല, അതിൽ നിന്നുള്ളൊരു ആൾക്ക് അതിൽ നിന്ന് ഇറങ്ങണം എന്നുള്ളൊരു ഇതില്ല. അങ്ങനെ ഞങ്ങളിതേ നടന്നു. അവിടെ സിബ്ലൈൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ കുറേ തിരിച്ച് നടക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മടിയായിപ്പോയി. എനിക്ക് അത്രയും നടക്കാൻ പറ്റൂല, അതുകൊണ്ട് ഞാൻ കയറി.